മത്തായി ചാക്കോ ഭക്തനായിട്ടാണ് മരിച്ചത് എന്ന് പറഞ്ഞ ബിഷപ്പിനെ ആക്ഷേപിച്ച മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹം തന്നെ ഭക്തനാണ് എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിയെ തിരുത്തിയോ? ഇല്ലല്ലോ. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനലബ്ധി 30 കൊല്ലം ആവുമ്പോൾ അദ്ദേഹത്തെ കൊണ്ടാടാൻ വേണ്ടി സംസ്ഥാന മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും മത്സരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ഉപദേശങ്ങൾ ഉൾക്കൊണ്ട് ചെറുപ്പക്കാർക്ക് മാതൃക കാണിക്കുന്ന മട്ടിൽ പെരുമാറുന്ന നേതാവാണ് എന്ന് സംസ്ഥാന മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുകഴ്ത്തുന്നു. നമ്മുടെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മറ്റു മന്ത്രിമാരൊക്കെ പുകഴ്ത്തുന്നു. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഭക്തനല്ല എന്ന് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ പറയാത്തത്? അപ്പോൾ താല്പര്യം എന്ന് പറഞ്ഞ സാധനത. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, BJP ഇപ്പോൾ അജിംസ് ചോദിച്ചല്ലോ ആർക്ക് വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ വർത്തമാനം പറയുന്നത് ഈ BJPക്ക് വേണ്ടിയാണ്. പിന്നെ അദ്ദേഹത്തിന് താല്പര്യം അവിടെ നടപ്പാക്കാത്തപ്പോൾ ആ നടപ്പാക്കാൻ വേണ്ടി ഇപ്പോൾ അദ്ദേഹം BDJS ആരുമല്ല അദ്ദേഹം, പക്ഷെ അദ്ദേഹമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് അതിൻ്റെ ചെയർമാൻ. അപ്പോൾ ഇവർക്ക് എന്തൊക്കെയാണ് അവരുടെ താല്പര്യങ്ങളെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. കാരണം കേസിൻ്റെ കാര്യമൊന്നും പറയാൻ നമുക്ക് തെളിവില്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആളുകളുടെ നിലപാടുകൾ മാറുകയും അതിൽ സങ്കീർണത വരികയും വൈരുദ്ധ്യം വരികയും അവരൊക്കെ എപ്പോഴും, ഇപ്പോൾ ഞാൻ പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു ഹെയ്റ്റ് സ്പീച്ച്, വെറുപ്പുണ്ടാക്കുന്ന പ്രസംഗത്തിൽ ക്രിമിനൽ കേസെടുക്കാൻ വകുപ്പുണ്ട്. പിണറായി വിജയനാണല്ലോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഈ അളവിൽ സംസാരിക്കുന്ന ആൾക്കെതിരായിട്ട് കേസുണ്ടോ? ഇവരാരെങ്കിലും വാക്ക് നിയന്ത്രിക്കണം എന്നൊരു ബഹുമാനപൂർവ്വം ഒരു വാക്ക് പിണറായി പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതിനോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറയണ്ടേ? ഇവിടുത്തെ മലപ്പുറം ജില്ലയെ പറ്റിയോ മുസ്ലിം സമുദായത്തെ പറ്റിയോ ഒക്കെ പറയുമ്പോൾ ഇപ്പോൾ പറഞ്ഞത് ലീഗ് ഇത് വ്യാഖ്യാനിക്കുന്നു എന്നാണ്. ലീഗുകാർ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഏറ്റവും അന്തസ്സുള്ള വാക്കാണ് പറഞ്ഞത്, അത് റെജി ലൂക്കോസ് ഏറ്റു പറഞ്ഞല്ലോ. ഞാൻ കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടിയുടെ ആളല്ല, പക്ഷേ വർത്തമാനം പറയുമ്പോൾ അന്തസ്സ് പാലിക്കാത്തൊരു സംഗതിയുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ലീഗിനാണ് കുറ്റം, പിണറായി വിജയൻ മറ്റേ വെള്ളാപ്പള്ളിക്കല്ല കുറ്റം. വെള്ളാപ്പള്ളി പറഞ്ഞത് അതാണ് വ്യാഖ്യാനിക്കാൻ പറയുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ കാര്യങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യം ആർക്കാണുള്ളത്, എന്താണ് അതിൻ്റെ താല്പര്യം അവർ പറയട്ടെ. ഇപ്പോൾ എനിക്ക് ഇതിൽ താല്പര്യങ്ങളില്ല, എനിക്ക് നിലപാടുകളുള്ളൂ. ആ നിലപാട് ഇവിടെ വെറുപ്പുണ്ടാക്കരുത്, സമുദായങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. വേറെ എനിക്ക് താല്പര്യങ്ങളൊന്നുമില്ല. തീർച്ചയായിട്ടും വെള്ളാപ്പള്ളിക്ക് താല്പര്യങ്ങളുണ്ട്, വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തുന്നതിൽ താല്പര്യങ്ങളുണ്ടെന്ന് വളരെ വ്യക്തമാണ്. അത് ആ പാർട്ടിക്കകത്തുള്ള പല നേതാക്കന്മാർക്കും തിരിയുന്നുണ്ട്. ഈ ചാനലിൽ പറഞ്ഞു കേൾക്കുന്നവരില്ല. ഇപ്പോൾ റെജി ലൂക്കോസ് തന്നെ നേരത്തെ അദ്ദേഹത്തിൻ്റെ എതിർപ്പ് പറഞ്ഞല്ലോ, അതിനപ്പുറത്തേക്ക് പോകാൻ അദ്ദേഹത്തിന് നിവൃത്തിയില്ലാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ വെള്ളാപ്പള്ളി സംസാരിക്കുമ്പോൾ മുസ്ലിം ലീഗ് ദുർവ്യാഖ്യാനം നടത്തിയിട്ട് അത് മുതലാക്കുകയാണ്. ഇപ്പോൾ മലപ്പുറത്തോ ബാക്കിയുള്ളിടത്തോ പിന്തുണ കിട്ടാൻ മുസ്ലിം ലീഗിന് വെള്ളാപ്പള്ളിയുടെ വാക്ക് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. തീർച്ചയായിട്ടും അവിടെ +2 പ്രവേശനത്തിൻ്റെ കാലത്ത് ഞാനിത് പറഞ്ഞതാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാർ പ്രധാനമായും കൈകാര്യം ചെയ്തൊരു വകുപ്പ് വിദ്യാഭ്യാസമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവിടുത്തെ കുട്ടികൾക്ക് ആവശ്യമുള്ള സീറ്റുകൾ അവിടെ ഇല്ലാത്തതിന് മറുപടി വരേണ്ടത് ഭരിക്കുന്ന ഗവൺമെൻറ് അല്ല, നേരത്തെ ഇരുന്ന ലീഗുകാരാണെന്ന് ഞാൻ പറഞ്ഞതാണ്. ആർക്കും ആലോചിച്ചാൽ അറിയുന്ന ഒരു കാര്യം അത്. അപ്പോൾ ഇത് മുഴുവൻ മലപ്പുറത്തിനെതിരായിട്ട് മുസ്ലിം സമുദായത്തിനെതിരായിട്ട് പറയുന്നത് പിന്നീട് ലീഗാണ് എന്ന് പറയാം. അപ്പോൾ ലീഗ് പറയുകയാണിത് ഞങ്ങളല്ല പറയുന്നത്, ലീഗ് പറഞ്ഞത് സത്യമല്ലേ? അപ്പോൾ പിന്നെ ലീഗ് അവർക്കെതിരായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ വാക്കുകളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അദ്ദേഹം ഇപ്പോൾ നൗഷാദിൻ്റെ കാര്യത്തിൽ എന്താ ലീഗ് എന്താ മറുപടി പറയാത്തത്? നൗഷാദിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഇദ്ദേഹം പറഞ്ഞതിനൊക്കെ എന്താ മറുപടി? അത് ലീഗല്ലല്ലോ, പണം കൊടുത്തിട്ടാണ് ഇവിടെ മതം മാറ്റുന്നത്. അവരുടെ മറുപടികളുണ്ടല്ലോ യൂട്യൂബിൽ ക്രിസ്ത്യൻ സമുദായത്തെ ആക്ഷേപിച്ചത്. അതൊക്കെ BJPക്ക് വേണ്ടിയാ. അതായത് ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ അവർ ഏർപ്പാട് ചെയ്ത ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർക്കോ ആവശ്യമുള്ളതുകൊണ്ടാണ് അവരദ്ദേഹത്തെ തള്ളി പറയാത്തത്, അദ്ദേഹത്തെ തിരുത്താത്തത്. അദ്ദേഹം പറയുന്നതിന് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമല്ല എന്ന്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ്? ആ കാറിൽ കയറ്റിക്കൊണ്ടുവന്ന ഒരു ചെറിയ കാര്യമാണെന്ന് റെജി ലൂക്കോസ് വിചാരിക്കരുത്. കാരണം അതിലൊരു പ്രതീകമുണ്ട്. എന്താണ്? ആ നമ്പർ 1 കാറ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഇവിടുത്തെ 1ാമത്തെ പൗരൻ്റെ കാറാണ്. ആ കാർ ഓടുന്നത് എൻ്റെയും നിങ്ങളുടെയും നികുതി കൊണ്ടാണ്. അപ്പോൾ അതിനകത്ത് വഴി നിന്നപ്പോൾ കയറാൻ പറ്റുന്ന ഒരു സംഗതിയല്ലല്ലോ അത്.